മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രം വലുതാണ് എന്ന് നമ്മെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവത്തിന് വെറും കൃമിയായ മനുഷ്യൻ്റെ സ്തുതിപ്പുകൾ എന്തിനാണ്? ഇനി നാം സ്തുതിച്ചാൽ അത് ദൈവത്തിന് സ്വീകാര്യമാകുമോ? അതുമല്ല, നമ്മുടെ കഷ്ടതകളിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? നമ്മിൽ ഒരുപാട് പേർക്കുള്ള ഇത്തരം സംശയങ്ങൾക്കെല്ലാം ഉത്തരം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പകർന്നു തരികയാണ് സ്നേഹബഹുമാനപ്പെട്ട ഷോജി വർഗീസ് അച്ഛൻ. ഈ വചനം ഹൃദയത്തിൽ എഴുതപ്പെടാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഷോജി അച്ഛനെ ശ്രവിക്കാം. നിങ്ങളുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിന് ദൈവം നൽകിയ പ്രമാണവുമാണ്. സങ്കീർത്തനം 81:1 നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്: എന്ന് നമ്മുടെ ദൈവം നമ്മുടെ ശക്തികേന്ദ്രമാണ് എന്ന് മനസ്സിലാക്കുന്നു, അന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. എൻ്റെ ശക്തിയുടെ കേന്ദ്രം ഞാനല്ല, എൻ്റെ ദൈവമാണ് എന്ന് ഹൃദയത്തിൽ എന്നെനിക്ക് ബോധ്യം ലഭിക്കുന്നു, അന്ന് മുതൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരാളായി മാറും. എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് വ്യക്തിപരമായി ബോധ്യം കിട്ടിയത് ഞാൻ PDC ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു ജീസസ് യൂത്ത് ഗ്യാതറിങ്ങിൽ സിസ്റ്റർ മേരി ലിറ്റിയുടെ മന്ദബുദ്ധികൾക്ക് വേണ്ടിയുള്ള ഒരു ഹൗസിൽ പോകുമ്പോഴാണ്. ആ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ എനിക്കെന്തോ അസ്വസ്ഥത തോന്നി. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുക. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു: ഷോജി, നീ ഇതുപോലൊരാളായിരുന്നെങ്കിൽ നിനക്കൊരു കംപ്ലയിൻറ്റ് ചെയ്യാനെങ്കിലും കഴിയുമായിരുന്നു. പ്രസവം, എൻ്റെ അമ്മയുടെ പ്രസവം ഒരു 10 മിനിറ്റ് കൂടെ ലേറ്റായി പോയിരുന്നെങ്കിൽ, ഡോക്ടർ പിടിച്ച ക്ലിപ്പുകൾ ഇത്തിരി കൂടി മുറുകിപ്പോയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാനും അതുപോലെ ഒരാളായി തീർന്നേനെ. എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ദൈവാനുഭവത്തിൻ്റെ ചിന്തയായി ഞാനതിനെ കണക്കാക്കുന്നു. ഇത്തിരി അഹന്തയൊക്കെ മനസ്സിലുള്ളത് ഒഴുകി ഒലിച്ചു പോയ ഒരു ദിവസമായി എനിക്കതിനെക്കുറിച്ച് തോന്നാറുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മറ്റൊരു സുഹൃത്ത് ഒരു റെജി ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവർക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താടിയും മുടിയും വളർത്തിയ ഒരാളെ കിട്ടി. അയാളെ കുളിപ്പിച്ച് അയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ രാജസ്ഥാനിൽ നിന്ന് അയാളെ തേടി ആളുകൾ വന്നു. സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. PhD ഒക്കെയുള്ള ഈ മനുഷ്യൻ എന്നോ ഒരു ദിവസം ബുദ്ധിയുടെ ലക്ക് തട്ട് ഇറങ്ങി തിരിച്ചതാണ്. റജി എന്നോട് പറഞ്ഞു, ഷോജി, കണക്കിൽ PhD ഉള്ള ഈ മനുഷ്യൻ ഇപ്പോൾ 1, 2, 5 വരെ ചൊല്ലും. നമ്മളുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ സാമർഥ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ പണം, ഇതൊക്കെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാവുന്നതാണ് എന്ന ബോധ്യമാണ് ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്താൻ നമ്മളെ പ്രേരിപ്പിക്കുക. ശക്തിയുടെ കേന്ദ്രം നമ്മളിലാണ്, മറ്റാരെങ്കിലുമാണ് എന്ന് നമ്മൾ കരുതുമ്പോൾ ദൈവത്തിലേക്ക് സ്തുതി ഉയർത്താൻ നമുക്ക് സാധിക്കത്തില്ല. ബൈബിളിലെ ഫരീസേയൻ്റെ പ്രശ്നം അവൻ്റെ ശക്തിയുടെ കേന്ദ്രം അവനാണ് എന്ന് അവൻ കരുതിപ്പോയി എന്നുള്ളതാണ്. എന്ന് എൻ്റെ ശക്തിയുടെ കേന്ദ്രം മുഴുവൻ ദൈവമാണ് എന്ന് തിരിച്ചറിയുന്നു, അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ പാടാൻ, ദൈവത്തെ പുകഴ്ത്താൻ, ദൈവത്തിനു വേണ്ടി ആർപ്പ് വിളിക്കാൻ നമുക്ക് സാധിക്കും. ഈ ഒരു ബോധ്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും
ആവശ്യമുള്ളത് എന്ന് നമുക്ക് തോന്നാറുണ്ട്. വീണ്ടും വചനം പറയുന്നുണ്ട്, തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനം മുതിർക്കുവിൻ. നമ്മളെക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ അതുപോലെയൊക്കെ ആ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാക്കയാണോ കുയിലിനെയാണോ ദൈവത്തിന് കൂടുതൽ ഇഷ്ടം? കാക്കയുടെ സ്വരമാണോ കുയിലിൻ്റെ സ്വരമാണോ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെയും സ്വരം ഒരുപോലെ ദൈവത്തിന് ഇഷ്ടമാണ്. ഭൂമിയിലുള്ള ഏത് മനുഷ്യനും, പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ, ഡോക്ടറാവട്ടെ നേഴ്സാവട്ടെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയും അയാൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം സ്വീകരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹത്തിൽ നിന്നാണ് ദൈവം നമ്മുടെ സ്തുതി തേടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വരം സ്വർഗത്തിൽ കേൾക്കുന്നില്ലെങ്കിൽ, എൻ്റെ സ്വരം ദൈവം കേൾക്കുന്നില്ലെങ്കിൽ വേദനിക്കുന്ന ഒരു അപ്പൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. 10 മക്കളുള്ള വീട്ടിലെ അമ്മ എൻ്റെ ഫോണൂടെ ചെന്നില്ലെങ്കിൽ വേദനിക്കുന്നത് പോലെ എൻ്റെ സ്വരം കേട്ടില്ലെങ്കിൽ വേദനിക്കുന്ന സ്വർഗത്തിലെ ഒരപ്പൻ്റെ വേദന മനസ്സിലാവുമ്പോൾ പേഴ്സണൽ പ്രയറിനും സ്തുതിപ്പിനുമൊക്കെ നമുക്ക് സമയം കിട്ടും. ഏത് ജോലി തിരക്കിനിടയിലും എൻ്റെ തമ്പുരാനെ എന്ന് ഹൃദയം കൊണ്ടൊന്ന് വിളിക്കാൻ, ഇത്തിരി നേരം അവൻ ജീവിതത്തിൽ തന്ന നന്മകൾക്ക് നന്ദി പറയാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. അടുത്ത വചനം ഇതാണ്, അമാവാസിയിലും ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളമൂതുവിൻ. എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വചനമാണിത്. പൗർണമിയിൽ കാഹളമൂതാൻ നമുക്ക് എളുപ്പമാണ്. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഒരു രാത്രിയിൽ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി സന്തോഷത്തോടെ ഒരു മൂളിപ്പാട്ട് പാടാൻ ആരാ ആഗ്രഹിക്കാതെ? പക്ഷേ കണ്ണിൽ കുത്തിയാൽ അറിയാത്ത കൂറ്റാക്കൂരിരുട്ടിലൂടെ സ്തുതിക്കാൻ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വചനം 81:5 പറയുന്നത് അങ്ങനെ സ്തുതിച്ച ഒരു 17കാരനെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ ദുരിതങ്ങളിലൂടെയും കടന്നുപോയ ഒരു 17 വയസ്സുകാരൻ, അവൻ തകർച്ചകളുടെ നടുവിൽ നിന്ന് സ്തുതിച്ചത് എങ്ങനെയാണ് എന്ന അടുത്ത വചനം നമ്മോട് പറയുക. വചനം ഇതാണ്, ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ദൈവം ജോസഫിന് ഈ കൽപ്പന നൽകി. ഒന്ന് ആലോചിച്ചാൽ ജോസഫ് ഈജിപ്തിലേക്ക് തിരിച്ചതൊന്നുമല്ല. ഹി വാസ് ഫോഴ്സ്ഡ് ടു ഗോ ദേർ. അവൻ അവിടേക്ക് തള്ളിവിടപ്പെട്ടതാണ്. അവൻ ആർക്കു വേണ്ടി പൊതികെട്ടി ഇറങ്ങിയോ അതേ സ്വന്തം സഹോദരന്മാർ അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, അവരിൽ ഒരാൾ അവനെ വിറ്റ് കളയുമ്പോൾ ഒഴിവാക്കുമ്പോൾ, ജീവിതം മുഴുവൻ അവൻ്റെ മുമ്പിൽ കനൽ ഭിത്തി പോലെ നിൽക്കുമ്പോൾ അവനോട് സ്വർഗം ചെവിയിൽ മന്ത്രിക്കുന്ന ഒറ്റ കാര്യമാണ് സ്തുതിക്കുക. ഞാൻ ഓർക്കാറുണ്ട്, തോബിയാസിന് കൊടുത്തതുപോലെ ഒരു കാവൽ മാലാഖയെ എന്തുകൊണ്ടാണ് ദൈവം ജോസഫ് കൊടുക്കാതെ? ജോസഫിന് കാവൽ മാലാഖയ്ക്ക് പകരം ദൈവം മന്ത്രിക്കുന്ന ഒരു സ്വരം മാത്രമായിരുന്നു കൂട്ടിന്, ഈ തകർച്ചകളിലൊക്കെ സ്തുതിക്കാൻ. ജോസഫ് പിന്നീട് കടന്നുപോയതൊക്കെ ജീവിതത്തിലെ ഏറ്റവും തകർക്കുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ കയ്യും കാലും കൂട്ടിക്കെട്ടി ഒരു യാത്ര, അറിയാത്ത ഭാഷ, അറിയാത്ത ആളുകൾ. പലപ്പോഴും അവൻ്റെ യജമാനന്മാർ ഏറ്റവും ക്രൂരമായി അവനോട് പെരുമാറിയിട്ടുണ്ടാവാം. ഒരു അടിമച്ചന്തയിൽ 10 രൂപ 20 രൂപ എന്ന് ലേലം വിളിച്ച് അവനെ വിറ്റഴിക്കുകയാണ്. പൊത്തിഫാർ എന്ന ഒരാൾ അയാളെ അടിമയായി വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിൽ ഇതുവരെ രാജാവായി ജീവിച്ചിരുന്ന ജോസഫ് എന്ന 17കാരൻ ഇപ്പോൾ ഒരടിമയുടെ ജോലി ചെയ്യുക. എന്തു പറഞ്ഞാലും ചെയ്യേണ്ട, ഒരു കൊച്ചു തെറ്റിന് പോലും ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ ജോസഫ് കടന്നു പോവുകയാണ്. വീണ്ടും അവൻ ഏറ്റവും ബഹുമാനിച്ചിരുന്ന വ്യക്തി, ഒരുപക്ഷെ ആരാധനയോടെ നോക്കിക്കണ്ടിരുന്ന വ്യക്തി, അവനൊരുപക്ഷെ അമ്മയെപ്പോലെയോ ചേച്ചിയെപ്പോലെയോ കണ്ടിരുന്ന വ്യക്തി, പൊത്തിഫാറിൻ്റെ ഭാര്യ അവനെ ദുരുപയോഗിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മറ്റാര് ചെയ്തിരുന്നെങ്കിലും അച്ഛാ ഒരുപക്ഷെ ക്ഷമിക്കാമായിരുന്നു, ഇയാളിൽ നിന്ന് ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ജോസഫ് കടന്നു പോകുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ്. വീണ്ടും അവൻ പാപത്തിന് വഴങ്ങാതിരിക്കുമ്പോൾ അവനെക്കുറിച്ച് പൊത്തിഫാറിൻ്റെ ഭാര്യ അപവാദം പറഞ്ഞുണ്ടാക്കുകയാണ്. ഒരുപക്ഷെ അവനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് പൊത്തിഫാർ അത് വിശ്വസിച്ചപ്പോഴായിരിക്കും. വീണ്ടും അവൻ നിരപരാധിയായി ശിക്ഷിക്കപ്പെടുകയാണ്, ജയിലിൽ അടയ്ക്കപ്പെടുക.
ജീവിതത്തിൻ്റെ ഏറ്റവും കടുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ ഈ 17 വയസ്സുകാരൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവൻ നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അതിതാണ്, സ്തുതിക്കുന്ന ഏത് വ്യക്തിക്കും 2 അനുഗ്രഹങ്ങൾ ലഭിക്കാറുണ്ട്. തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു വ്യക്തിക്ക് 2 അനുഗ്രഹങ്ങൾ ലഭിക്കാറുണ്ട്. തകർച്ചയിൽ സ്തുതിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹം, തകർച്ചയുടെ നടുവിൽ ദൈവം അവനെ കൈപിടിച്ച് അടുത്ത ലെവലിലേക്ക് ഉയർത്തുക എന്നതാണ്. പ്രിയപ്പെട്ട നേഴ്സ് സഹോദരങ്ങളെ, ദൈവത്തിന് പ്രൊമോഷൻ നൽകാനുള്ള ഏറ്റവും എളുപ്പമുള്ള ക്വാളിഫിക്കേഷൻ ഇതാണ്: തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായി താങ്കൾ മാറുക എന്നത്. തകർച്ചയിൽ ജോസഫ് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ജോസഫിനെ അടുത്ത പടിയിലേക്ക് ഉയർത്തി. പൊത്തിഫാറിൻ്റെ വീട്ടിൽ അവൻ കാര്യസ്ഥനായി. പിന്നെ വീണ്ടും അവൻ തകർച്ചയിൽ സ്തുതിച്ചപ്പോൾ ജയിലിൽ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറി. വീണ്ടും അവൻ തകർച്ചയിൽ സ്തുതിച്ചപ്പോൾ അവൻ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി ഉയർന്നു. തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അടുത്ത ലെവലിലേക്ക് എപ്പോഴും ഉയർത്തും. അത് ആത്മീയ മണ്ഡലമായിക്കോട്ടെ, ഭൗതിക മണ്ഡലമായിക്കോട്ടെ. കഴിഞ്ഞയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, വർഷാവസാന പരീക്ഷ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്നിട്ട് അയാൾ എന്നോട് വിശദീകരിച്ചു, അച്ഛാ, അച്ഛൻ കടന്നു പോകുന്ന സഹനങ്ങളൊക്കെ ഒരു വർഷാവസാന പരീക്ഷ പോലെയാണ്. പരീക്ഷ കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് ദൈവം, അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം ഉയർത്തും. ഇതുപോലെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തകർച്ചകളിൽ ദൈവം അടുത്ത പടിയിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്, തകർച്ചയിലൂടെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയിലൂടെ അവൻ്റെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടും. വചനം പറയുന്നു, ജോസഫിനെ പ്രതി ദൈവം പൊത്തിഫാറിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം അവൻ കാലുകുത്തുന്ന ഇടങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുന്നുണ്ട്. തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു വ്യക്തിയിലൂടെ അവനായിരിക്കുന്ന ചുറ്റുപാടുകളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു ഭാര്യയിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു ഭർത്താവിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു നേഴ്സിലൂടെ ആശുപത്രി അനുഗ്രഹിക്കപ്പെടും. തകർച്ചയിൽ സ്തുതിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ഒരു നാട് അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവം തരുന്ന വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, സ്തുതിപ്പിൻ്റെ ഈ ഒരു കൾച്ചർ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് സ്തുതിപ്പിൻ്റെ എതിർപദം? സ്തുതിപ്പിൻ്റെ എതിർപദം എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായമാണ്. അതിൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. ഏദോം ചുറ്റി അവർ പോകുമ്പോൾ ജനത്തിന് ദൈവത്തോട് അമർഷം തോന്നുകയാണ്. മോശയ്ക്കെതിരെ, ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തു. ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്നാണ് അവർ പറയുക. ഈ പിറുപിറുപ്പിനെ ദൈവം ശിക്ഷിക്കുക. പക്ഷെ മറ്റു വചനഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പിറുപിറുപ്പുകൾ എപ്പോഴും മറ്റ് ചില തിന്മകളെ കൂടെ ആ വഴിക്ക് കൂട്ടിക്കൊണ്ടുവരും. അവർ 1-ാം പ്രമാണവും 6-ാം പ്രമാണവും ലംഘിക്കുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു, നൃത്തം ചെയ്യാൻ എഴുന്നേറ്റു എന്നാണ് പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് പറയുക. പിറുപിറുപ്പ് നമ്മെ മറ്റനേകം പാപങ്ങളിലേക്ക് നയിക്കുന്ന ഒരു തിന്മയാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവരെ ശിക്ഷിക്കുകയാണ്. പിറുപിറുപ്പിന് കിട്ടുന്ന ശിക്ഷ ആഗ്നേയ സർപ്പങ്ങൾ മരുഭൂമിയിൽ നിന്ന് കടന്നു വന്ന് അവരെ കടിക്കുകയാണ്. പിറുപിറുക്കുന്ന ഇവർ ഈ ആഗ്നേയ സർപ്പങ്ങളുടെ കടിയേറ്റ് മരിച്ചു വീഴുകയാണ്. മരിച്ചു വീഴുമ്പോൾ മോശ അവർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മോശ നിലവിളിക്കുമ്പോൾ ഒരിക്കലും ദൈവം ആഗ്നേയ സർപ്പങ്ങളെ പിൻവലിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിൽ ദൈവം തകർക്കുന്ന സാന്നിധ്യങ്ങളല്ല മാറ്റിത്തരിക. പകരം അവൻ മറ്റൊരു വഴി നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇവിടെ മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്നേയ സർപ്പങ്ങളെ പിൻവലിക്കുന്നതിന് പകരം അവർക്കായി ഒരു പിച്ചള സർപ്പത്തെ നൽകുന്നു. എന്നിട്ട് ദൈവം മോശയോട് പറയുകയാണ്, അതിനെ ഒരു വടിയിൽ ഉയർത്തുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ, മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട പുതിയ നിയമത്തിലെ പിച്ചള സർപ്പം യേശുവാണ്. ഉയർത്തപ്പെട്ട യേശുവിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ
കൃപകളും അനുഗ്രഹങ്ങളും നിറയുക. അന്ന് യഥാർത്ഥത്തിൽ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്ന ആ ഗ്രൂപ്പിൽ 3 കാറ്റഗറി ആളുകളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാറ്റഗറി സ്വന്തം മുറിവിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. സ്വന്തം മുറിവിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി പോലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. എനിക്കിത് സംഭവിച്ചല്ലോ, ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ, ഞാൻ ജനിച്ച ദിവസം കൊണ്ടാണ്, എൻ്റെ കുടുംബത്തിൻ്റെ കുഴപ്പമാണ്, എൻ്റെ പൂർവികരുടെ പ്രശ്നമാണ് എന്നോർത്ത് കരഞ്ഞും നെടുവീർപ്പിട്ടും കഴിയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ദൈവാനുഗ്രഹം പ്രാപിക്കാനോ ദൈവം നൽകുന്ന രക്ഷയും വിമോചനവും സ്വീകരിക്കാനോ സാധിക്കുന്നില്ല. രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് കടിച്ച പാമ്പിനെ തപ്പിപ്പോകുന്നവരാണ്. എന്നെ കടിച്ചതൊരു മഞ്ഞ പാമ്പാണ്, അതിനെ പിടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് എന്നും പുറകിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങളോട് വ്യക്തികളോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, അയാളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം വരണം എന്ന് ദൈവം ആഗ്രഹിച്ചാലും അത് അസാധ്യമാണ് പലപ്പോഴും. പ്രിയപ്പെട്ടവരെ, ഈ 2 കാറ്റഗറിയിലുള്ളതിൻ്റെ നേരെ എതിരാണ് മൂന്നാമത്തെ കാറ്റഗറി. അവർ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവരാണ്. ഇന്നും ഈ ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. സ്വന്തം മുറിവിലേക്ക് അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചവരിലേക്ക് പോകുമ്പോൾ അതൊരിക്കലും അയാളുടെ ജീവിതത്തിൽ വിമോചനമാവുന്നില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അൽഫോൻസാമ്മ സഹനം കൊണ്ട് വിശുദ്ധയായതാണ് എന്ന്. സഹനം കൊണ്ട് വിശുദ്ധയാവണമായിരുന്നെങ്കിൽ അൽഫോൻസാമ്മയുടെ തൊട്ടടുത്ത വീട്ടിലെ ത്രേസ്യാമ്മ ചേട്ടത്തിക്കായിരിക്കണം അതിൽ കൂടുതൽ അതിന് യോഗ്യത. ഭർത്താവിൽ നിന്നുള്ള പീഡനം, മക്കളെക്കുറിച്ചുള്ള ആദി, ദാരിദ്ര്യം, രോഗം, പട്ടിണി, എന്തൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം തൊട്ടടുത്തുള്ള അനേകം അമ്മമാർ കടന്നുപോയത്. എന്നാൽ അൽഫോൻസാമ്മ വിശുദ്ധയാവുന്നത് വെറും സഹനം കൊണ്ടല്ല. ആ സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിൻ്റെ ഹിതത്തോട് ജീവിതത്തെ ചേർത്ത് വയ്ക്കാനും സാധിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ മാത്രം കൊണ്ട് നമ്മളാരും വിശുദ്ധീകരിക്കപ്പെടത്തില്ല. സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, സഹനങ്ങൾ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷയും അഭിഷേകവും ഒഴുകുക. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരും ജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ഈ തകർച്ചകൾക്ക് അപ്പുറത്തേക്ക് ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൊടിയ സഹനങ്ങളിലൂടെ പോകുന്ന അനേകം നേഴ്സുമാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എല്ലാവരിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരുപക്ഷെ നല്ല ക്വാളിഫിക്കേഷന് ശേഷം വളരെ ചെറിയ ജോലികൾ ചെയ്യേണ്ടവരായിരിക്കാം. ചിലപ്പോൾ കടുത്ത ജോലി സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടവരായിരിക്കാം. മറ്റു ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ നിന്ന് വലിയ വേദനകൾ അനുഭവിക്കുന്നവരാവാം. മറ്റു ചിലപ്പോൾ ജീവിതത്തിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ, ഇന്നലകളിലെ ചില ബുദ്ധിമുട്ടുകളുടെ പേരിൽ നീറുന്നവരാവാം. ഞാൻ അവരോട് പങ്കുവയ്ക്കാറുള്ളത് ജോസഫിൻ്റെ കഥയാണ്. ഒരു 17 വയസ്സിൽ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഈ ജോസഫാണ് നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ ഏറ്റവും, പഴയ നിയമത്തിലെ ഏറ്റവും മച്വറായ മനുഷ്യൻ. ഒരുപക്ഷെ പഴയ നിയമത്തിലെ ജോസഫ് എന്ന ഒരു വലിയ പൂർവ്വപിതാവിനെ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു പാഠമാണ്. 12 പേർക്കായി യാക്കോബ് തൻ്റെ ഓഹരികളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ജോസഫിന് അവൻ നൽകുന്നത് 2 ഓഹരിയാണ്. കാരണം കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ ബാലൻസ്ഡായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലൊരാൾക്ക് മാത്രമേ വളരെ ശാന്തമായി വേദനിപ്പിച്ചവരുടെ മുഖത്ത് നോക്കി, നിങ്ങൾ എനിക്കിത് ദ്രോഹമായി ചെയ്തു, എന്നാൽ എൻ്റെ നല്ല ദൈവം എനിക്കിത് നന്മയായി മാറ്റിയെന്ന് പറയാൻ കഴിയൂ. ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, വേദനിപ്പിച്ച വ്യക്തികളോട്, രോഗികളോട്, ഡോക്ടേഴ്സിനോട്, അധികാരികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ നിങ്ങൾ എനിക്ക് തിന്മയായി ചെയ്തു, എന്നാൽ എൻ്റെ ദൈവം ഇത് നന്മയാക്കി മാറ്റിയെന്ന് അവരെ പറയാൻ പ്രേരിപ്പിച്ചത് ജീവിതകാലം മുഴുവൻ സ്തോത്രത്തിൻ്റെ ഒരു ചിന്തയോടെ കടന്നുപോയ വഴികളാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്നിട്ടുള്ള അത്തരമൊരു വ്യക്തി ചുറ്റുപാടുകളിലേക്ക് അനുഗ്രഹത്തിൻ്റെ കൃപകളുടെ ഒരു വലിയ
മാരി ഒഴുക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകം മുഴുവനുള്ള 2 കോടി നഴ്സുമാരിലേക്ക് ഈ ഒരു ചിന്ത നമുക്ക് എത്തിക്കാൻ കഴിയുന്നെങ്കിൽ അവരായിരിക്കുന്ന ലോകത്തിൻ്റെ കോണുകൾ വരെ വിശുദ്ധീകരിക്കപ്പെടും. സഹനത്തിൻ്റെ തീച്ചൂണയിൽ നമ്മെ തേടി വരുന്ന ഒരു രോഗിയുടെ കരം പിടിച്ചുകൊണ്ട് ഈ ഒരു സദ്വാർത്ത, ഉയർത്തപ്പെട്ട ഒരു പിച്ചള സർപ്പത്തിലേക്ക് നോക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു നേഴ്സ്, അതായിരിക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ കൃപയുടെ ഒരു ഉറവ. വചനം പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന്. ആരെങ്കിലുമൊക്കെ ഈ ക്രിസ്തുവിൻ്റെ പിളർന്ന നെഞ്ചിൽ നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ അനുഗ്രഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, കൃപയുടെ, അഭിഷേകത്തിൻ്റെ അരുവികൾ ഒഴുകിയിട്ടുണ്ട്. നമുക്ക് ശാന്തമായി ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ജ്വലിക്കുന്ന തീച്ചൂളയിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആവോളമുണ്ട്. പലപ്പോഴും മരുഭൂമിയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ചെയ്യാത്ത പാപത്തിന് അപവാദം ഏറ്റിട്ടുണ്ട്. കുത്തുവാക്കുകൾ കൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ജയിലിലടയ്ക്കുന്നത് പോലെ എൻ്റെ സ്വാതന്ത്ര്യം നിഹനിക്കുന്ന അനേകം അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിന് ഞാൻ പലപ്പോഴും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരന്മാർ വിറ്റുകളഞ്ഞ അനുഭവം, സ്വന്തം മാതാപിതാക്കൾ വിറ്റുകളഞ്ഞ അനുഭവം എൻ്റെ ജീവിതത്തിൽ ആവോളമുണ്ട്. പണത്തിനു വേണ്ടി ജീവിത പങ്കാളി എന്നെ ദുരുപയോഗിക്കുകയായിരുന്നു, എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും കരുതിപ്പോയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. കർത്താവെ, ഒന്നും പാഴാക്കാതെ നിൻ്റെ പാദത്തിങ്കിൽ ഒഴുക്കാൻ യേശു എന്നെ അനുഗ്രഹിക്കണേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്തിൽ 3 കുരിശുകളിൽ നിൻ്റെ കുരിശിനോട് ചേർത്ത് വലതുവശത്തെ കള്ളൻ്റെ കുരിശ് പോലെ സമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പാഴായി പോകുന്ന സഹനങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ കാണരുതേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തെ സ്തുതിക്കുക എന്നത് എത്രയോ ശ്രേഷ്ഠവും യുക്തവുമാണ് എന്ന് എളിയവരായി നമ്മെ ബോധ്യപ്പെടുത്തി തന്ന സ്നേഹബഹുമാനപ്പെട്ട ഷോജി അച്ഛനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. വേദനകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈശോ ദൈവപിതാവിന് ബലിയർപ്പിച്ചതുപോലെ നമ്മുടെ സഹനങ്ങളുടെയും വേദനകളുടെയും നടുവിൽ നിന്നുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലവും അവിടെയുള്ള വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് തന്നെയല്ലേ സഹനം രക്ഷാകരമാണ് എന്ന് പറയുന്നത്. നാം നേരിടേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളെയും അനുഗ്രഹമായി മാറ്റുവാൻ നമുക്ക് ഇന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാം. എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുക. നഴ്സുമാരായ നാം ഓരോ രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. അത് നമുക്കും അവർക്കും അനുഗ്രഹപ്രദമായിരിക്കും. ഷോജിയച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹോസ്പിറ്റലുകൾ അനുഗ്രഹിക്കപ്പെടും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.